ആരാ ദാമോദര മാഷ്? ഞാനാ. ആരാ മനസ്സിലായില്ലല്ലോ? ചായക്കടന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാൻ കട മറ്റേ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മൂന്നാം മാഷ് ഒരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടവും? ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ നാളെ നിൽക്കാം. നിങ്ങൾ കഴിച്ചോളൂ, എല്ലാം കത്തുകണ്ട. ശരി. അപ്പോ സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാറൊന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറ് എസ് ഐ അല്ലേ? വില്ലന്മാര് കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, വന്നാട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ് ഞാൻ വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ വരാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ? അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല, ഈ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നത്? മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തൻ നായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്തൻ നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ? ഒന്നും പേടിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകികളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ടേ നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടിക്കൊല്ലാറുണ്ട്. ആ കോഴിച്ചോര കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. ഓ, എപ്പോഴെങ്കിലും കോഴി ഇറച്ചി തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നും അഹിംസാവാദമില്ലല്ലേ? തിന്നുമ്പോഴും ഉണ്ട്. പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. വാ, സാറ് കിടക്കാൻ നോക്ക്. ആളുകളെ ചിന്താക്കുഴപ്പത്തിൽ കൊണ്ടുവന്ന് അടിക്കാൻ അനന്തൻ നായരും എടുക്കണ. എതിർക്കുന്നവരെ വശത്താക്കാൻ അനന്തൻ നായരുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. പക്ഷേ ആളുകൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്ഥിതിക്ക് ഞാൻ ചാർജ് എടുത്താ ഞാൻ ആപ്പിലായിപ്പോകും. അക്രമികളെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും. വല്ലവനെയും പിടിക്കാൻ നോക്കി അനന്തൻ നായർ കൊല്ലും. ഏതായാലും മരണം ഉറപ്പാ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമാണ് മാഷേ ഇവിടുത്തെ സ്ഥിതി. അപ്പോ അഹിംസാവാദത്തിന്റെ പൊരുള് ഇപ്പൊ പിടികിട്ടി. തനിക്ക് പേടിയല്ലേ? ഏയ്, പേടിയൊന്നും എനിക്കില്ല. മതി, മനസ്സിലായി. നട്ടലിന് ഉറപ്പില്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ. അതാ നല്ലത്. മാഷേ, മാഷോടുള്ള സത്യം പറയാലോ, ഞാനേ ഒരൽപ്പം പേടിയുള്ള കൂട്ടത്തിലാ. എന്താ ഇപ്പൊ ചെയ്യാ? വീട്ടിൽ ചെന്ന അച്ഛൻ ഓടിക്കും, ട്യൂട്ടോറിയൽ ചെന്ന അച്ഛൻ അവിടെയും വരും. അപ്പോ ഒരു വഴിയുണ്ട്. എന്താ? തൂങ്ങി ചത്തോളൂ. അഡ്രസ് തന്നാൽ ശവം ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. മാഷേ, മാഷെങ്കിലും എന്നോട് സ്വല്പം കരുണ കാണിക്കണം. ഞാൻ ചാർജ് എടുക്കുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ അവനോട് എഴുതി ചോദിച്ചു നോക്കട്ടെ.
അതുവരെ മാത്രം മാഷ് എന്നെ ഇവിടെ നടക്കി വിടരുത്. പെണ്ണുങ്ങളെ പോലെ കിണുങ്ങാതെ സബ് ഇൻസ്പെക്ടറായാണ് വന്നേക്കുന്നത്. സമുദ്രോപരിതലത്തിലുള്ള ജലത്തിന്റെ ചലനമാണ് തിരമാലകൾ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ഭാഗവും ജലത്താൽ ആവൃതമാണ്. ഈ ജലമാണ് സമുദ്രം. തിരമാലകൾ, വേലിയേറ്റം, വേലിയിറക്കം, സമുദ്ര ജലപ്രവാഹങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ തിരമാലകളാണ്. ആഹാ, ചേച്ചി വിളിച്ചില്ലാണ്ടോ വന്നത്? അതിന് വാസനെ പോലെ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. പാമ്പിനും തേങ്ങൊന്നും അറിയില്ലല്ലോ ചേച്ചി വലിയ ആളാണെന്ന്. നീ ഒരു മിടുക്കനായ മട്ടുണ്ട്. അച്ഛനെവിടെ? ആരാ വാസുദേവ അവിടെ? ഞാനും അച്ഛാ. ദേവയാനിയോ? എന്താ മോളെ ഈ രാത്രിയില്? ബസ് കേടായി വഴി കിടന്നു. അല്ല, വരുമെന്ന് എഴുതിയിരുന്നില്ലല്ലോ. വരാതിരിക്കാൻ പറ്റാതായി. ട്യൂട്ടോറിയൽ എന്നേക്കുമായി അടച്ചുപൂട്ടി. സന്തോഷമുള്ള കാര്യമല്ലേ എഴുതിയറിയിക്കേണ്ടു. മറ്റെവിടെങ്കിലും ഒരു ജോലി തരാവോന്ന് നോക്കി, ശരിയായില്ല. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. അപ്പോ ചേച്ചിന് തിരിച്ചുമില്ല അല്ലേ? ഇല്ല. എങ്ങനെയാ ഇനി കഞ്ഞിവെള്ളം കുടിച്ച് കഴിയാ? പൊനഞ്ചോലിയിൽ കുറച്ച് നെല്ല് വിതച്ചിരുന്നു അച്ഛൻ എഴുതിയിരുന്നല്ലോ. നല്ല വിള കിട്ടുമോ? നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനത് അറിയിക്കാഞ്ഞതാ. ഒരു ദിവസം രാവിലെ എന്ന് നോക്കിയപ്പോ കതിര് വരാനായ ചെടികളെല്ലാം കിളച്ചു പറിച്ചിട്ടിരിക്കണു. ആരാച്ചാ ദ്രോഹം ചെയ്തത്? എനിക്കിപ്പോ അശേഷം ദൈവവിശ്വാസം ഇല്ലാണ്ടായിരിക്കണം മോളെ. നാട്ടുകാരെ മുഴുവൻ ജോലിക്ക് കിടക്കുന്ന ആ സർപ്പത്തെ ഒരു ദൈവം ഇതുവരെ ശിക്ഷിച്ചില്ലല്ലോ. അനന്തൻ നായരുടെ പക ഇനിയും തീർന്നില്ലേ? ദിവസം തോറും പ്രഭാവം കൂടിക്കൂടി വരികയല്ലേ. നാട്ടിൽ മുഴുവൻ ഗുണ്ടായിസക്കാര് വിളയാവില്ല. ആ, ഞാൻ ചോദിക്കാൻ വിട്ടു. എന്റെ കൂടെ പഠിപ്പിച്ചിരുന്നൊരു മാഷ് ഇവിടെ എസ് ആയി വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അച്ഛൻ കണ്ടോ? ഇവിടെ അങ്ങനെ ഒരാളും ഇല്ല. അച്ഛൻ അറിയാഞ്ഞിട്ടാവും. അദ്ദേഹം തന്നെ ഇവിടുത്തെ എസ് ആയി. ആവോ, എന്നോടാരും പറഞ്ഞില്ല. മോള് പോയി കുളിച്ചോളൂ. ഇവിടെ വെള്ളത്തിന് മാത്രമേ ക്ഷാമമില്ലാതുള്ളൂ. സാർ, എസ് ഐ അകത്തുണ്ടോ? പരാതി വല്ലതുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ മതി. പരാതി പറയാനല്ല, എസ് ഐ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ എസ് ഐയും കിസയും ഒന്നുമില്ല. ചാർജ് എടുക്കേണ്ട ആള് നിമോണിയ പിടിപെട്ട് കിടപ്പിലാണെന്ന് അറിവ്. ഓ, ഒരു മോഹൻദാസ് നല്ല പേര്. എന്തോ ഒരു ദാസ് എന്നാ. എവിടെ നിന്ന് വരിക? ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാ. എസ് ഐ എങ്ങനെ അറിയാം? അത് വല്ല ഇടപാടും കാണുമായിരിക്കും. മോഹൻദാസ്, കൂർക്കഞ്ചേരിൽ വീട്, കൂമൻമുക്ക്, വയ തോട്ടത്തിൽ. കത്താർക്കാ? എനിക്കാണോ? നിന്റെ അമ്മയുടെ നായർക്ക്. നിനക്കാര് കത്തയക്കാനടി? നിന്റെ അച്ഛൻ ചത്തിട്ട് നാള് പറയായില്ലേ? എന്റെ അച്ഛൻ നേരത്തെ ചത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിലേ അങ്ങേര് നേരത്തെ നിങ്ങളെ തല്ലി കൊന്നേനെ. ഒരു വെട്ടിയമ്മച്ചെന്നാണല്ലോ. പൊടിയകത്ത്. ഓ, നിങ്ങൾക്ക് എന്തും പറയാം. എനിക്ക് മിണ്ടി കൂടാ. പോലീസ് പണി വിട്ടാലെങ്കിൽ നേരെയാവുന്ന് വിചാരിച്ചു. എവിടെ? ദേവയാനി, കളർകോട് മന, മുതലക്കുണ്ട്. മുതലക്കുണ്ടിന്ന് ഒരു പെണ്ണും കൂടി കത്തയക്കും. ആർക്കാര് കത്തയച്ചെന്നാ? ഡിയർ മോഹൻദാസ്, എന്റെ നാട്ടിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നിങ്ങൾ ചാർജ് എടുത്തിട്ടില്ലെന്നും നിമോണിയ പിടിച്ച് കിടപ്പിലാണെന്നും പറഞ്ഞു. പുറമേ കാണാൻ എന്ത് മനോഹരമായ സ്ഥലം. എരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് കണ്ടാൽ തോന്നുന്നു. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്പാനിഷ് ചൊല്ലുണ്ട്. എന്താ? നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം. അങ്ങനെ കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത്. അനീതിയുടെയും കലാപത്തിന്റെയും കണക്കെടുത്ത നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാരമാകേണ്ടതാണ് മാഷെ. തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. മാഷെ, മനസ്സുകൊണ്ട് ഞാൻ ഈ മനസ്സ് തന്റെ ഇടമില്ലാത്തൊരുത്തിന്റെ മനസ്സ് ആർക്ക് വേണടോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട് മാത്രമല്ല, പഠിച്ചിട്ടില്ലേ, പണവും അധികാരവും അസന്തുലിതമായിരിക്കുന്ന ഏതൊരു സമൂഹവും ക്രൂരമാണ്. വലിയ ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന കളർകോട് മനയിലെ വിഷ്ണു നമ്പൂതിരിയാ പോയത്. ആ വാഴയിലക്കെട്ട് എവിടെക്കാന്നറിയോ?
വല്ല ചായക്കടയിലും വിറ്റ് കാശ് വാങ്ങിക്കാൻ, എന്നിട്ട് വേണം അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ. മനസ്സിലായോ? എന്താ ഇങ്ങനെ സംഭവിക്കാൻ? സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. അനന്തൻ നായരുടെ മറ്റൊരിര. കുടിപ്പക എന്ന് പറയില്ലേ, അത് തന്നെ. മോഷണത്തിലൂടെയായിരുന്നു അനന്തൻ നായരുടെ തുടക്കം. ഈ നമ്പൂതിരിയുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടേ ഇല്ലത്തുണ്ടായിരുന്ന ഒരു വെള്ളിക്കിണ്ണം അനന്തൻ നായർ എങ്ങനെയോ കട്ടെടുത്ത് വിറ്റു. അഞ്ജനം വിട്ട് നോക്കിയപ്പോ ആളെ പിടിച്ചെന്നാ പറയുന്നത്. കിണ്ണം തിരിച്ചു ചോദിച്ചില്ലെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്പൂതിരി അനന്തൻ നായർ കിട്ടുമെന്ന് അങ്ങ് കൊടുത്തു. അവിടുന്ന് ആ പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ എന്തെല്ലാം കഥകൾ. കണ്ടോ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടോ? ഒക്കെ കോളംകോരി. അല്ല, മാഷപ്പ വന്നു. ടീച്ചർ എന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് എടുത്തിട്ടില്ലെന്ന് അറിഞ്ഞു. സുഖായിയോ? ആയി വരുന്നു. വരൂ, അകത്ത് കയറിയിട്ട് പോവാ. ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന. വരൂന്നേ. പിന്നീട് ഒരിക്കലാ ബസ്സിൽ വരുമ്പോ മാഷ് ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ മാഷ് ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന്. ന്യൂമോണിയ എന്ന് പറഞ്ഞ് ഞാനൊരു കത്തയച്ചിരുന്നു. കിട്ടിയോ? കത്തോ? ആ ഇല്ല. പിന്നെ ടീച്ചറെ, ഞാൻ SI ആണെന്നുള്ള കാര്യം ആരോടും പറയരുത്. എന്താ പ്രശ്നം? മോനെ മോനെ മോഹൻദാസാ, അയ്യോ അച്ഛൻ. നിന്നോട് കാര്യം പറയാൻ വന്നതാ. എടാ, ഈ വയസ്സുകാലത്ത് അച്ഛനായിട്ട് ഓടിക്കല്ലേടാ. വയസ്സുകാലത്ത് ശേഷം പേരിട്ട് ഓടിച്ച്. എടാ, ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒന്നവിടെ നിക്ക്. തോറ്റു ഇവനെ കൊണ്ട്. ഓ ഓ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. നിനക്ക് ന്യൂമോണിയ ആണല്ലേ? അവിടെ ഇവിടെയൊക്കെ ആളുകൾ നോക്കണച്ചാ. നോക്കട്ടാ, ഈ ലോകം മുഴുവൻ കാണട്ടെ. ഒരച്ഛന്റെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. ആ, നീ യൂണിഫോം സ്റ്റേഷനിലേക്ക് പോവാ. അയ്യോ അച്ഛാ, ഇത് നമ്മുടെ നാട് പോലെ അല്ല അച്ഛാ. ആളുകൾ ഉണ്ടാ നാണക്കേടാച്ചാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ചാർജ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലേ? ആ ഇല്ല. തീർച്ചയാണോ? ആ തീർച്ചയാണ്. ഉറപ്പാണോ? ആ ഉറപ്പാണ്. ഉറപ്പായിട്ടും തീർച്ചയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ദൈവമേ. ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. കയറോടെ കയറോടെ കയറോടെ. ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. പറ്റി കയറ് കിട്ടുമോ? ആ ഉണ്ടല്ലോ. മരിക്കുന്നതിലേക്ക് വിരോധമില്ല, പക്ഷെ ഈ കയറെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കയറുകൊണ്ട് ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഇതേ ഞാൻ വാടക എടുത്തിരിക്കുന്ന വീടാ. മരിക്കണമെങ്കിൽ വേറെ ഉത്തരം നോക്കിക്കോളൂ. അയ്യോ കൊല്ലം പറ്റിയ. അയ്യോ അച്ഛാ, അച്ഛൻ തൂങ്ങിച്ചാണ്. ഞാൻ ചാർജ് എടുക്കാം അച്ഛാ, ഞാൻ ചാർജ് എടുക്കാം. നീ ചാർജ് എടുക്കുവോ? ആ എടുക്കാം. ഇന്നെടുക്കുവോ? നാളെ എടുത്താ പോരെ അച്ഛാ. അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ. എന്നാ യൂണിഫോമോടെ ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. അതിന് പുറകുപ്പതല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ യമാൻ. എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ CK മോഹൻദാസ് MA. ചിരിക്കരുത്. മേലധികാരി താഴെ കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട. അതൊന്നും സാരമില്ല. മർത്തേന് കൈപ്പീഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി. ധീരന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോ ഒറ്റ കാര്യം ആലോചിക്കാം.
2 മുഴം കയറ്, ഒരു ഉത്തരം. അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ 2 മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സാർ. അത് പിന്നെ ഈ കള്ളന്മാർ ഓടിപ്പോകുമ്പോ 2 മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനും റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സാർ.